ഈ നാരായണീയം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് കേരളത്തിലുള്ളവർക്കൊരു പുതുമയല്ല. എൻ്റെ ചെറുപ്പകാലത്ത് 9-10 വയസ്സായി കാണും. ഞാൻ നാരായണീയത്തിലെ ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലി കേൾക്കലും പറഞ്ഞു കൊടുക്കലും ഒക്കെയുണ്ട്. ഞാനൊരു അക്ഷരശ്ലോകക്കാരനായിരുന്നു. അതുകൊണ്ട് പല ശ്ലോകങ്ങളും കണ്ടതും കേട്ടതും ഒക്കെ പഠിക്കുമല്ലോ. നാരായണീയത്തിന് എൻ്റെ മനസ്സിൽ പ്രത്യേക ഒരു സ്ഥാനമുണ്ടായിരുന്നു. അങ്ങനെ ഈ നാരായണീയ ശ്ലോകങ്ങൾ ഞാൻ ചെല്ലാറുണ്ട്. ഞാനൊരു നിറഞ്ഞ കുടുംബത്തിലെ ഒടുക്കത്തെ കുട്ടിയായിട്ടാണ് ജനിച്ചത്. 7ാമത്തെ കുട്ടിയായി. എനിക്ക് 2 സഹോദരികളും ബാക്കി എല്ലാവരും സഹോദരന്മാരുമാണല്ലോ. അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ നമ്മുടെ കുടുംബത്ത് വരും. അവരെ കുളിപ്പിക്കുക, വേണ്ടതുപോലെ നോക്കുക, എങ്ങാനും കരഞ്ഞു എന്നുണ്ടെങ്കിൽ കരച്ചിൽ മാറ്റുക, അതിനുവേണ്ടി തൊട്ടിൽ കിടത്തുക എന്നൊരു സമ്പ്രദായമുണ്ട്. ആ തൊട്ടിൽ കിടത്തി ചിലപ്പോൾ ആ പടിയിൽ കയറിയിരുന്ന് കുതികാലുകൊണ്ട് കുതിച്ച് ഞാൻ തൊട്ടിലാട്ടാറുണ്ട്. അല്ലെങ്കിൽ ചങ്ങല പിടിച്ചാട്ടും. ആ ആട്ടുമ്പോൾ ഞാൻ ഈ നാരായണീയത്തിലെ ആ രാസക്രീഡാ ശ്ലോകങ്ങളാണ് ചൊല്ലുക. അതൊരു താളവൃത്തമാണല്ലോ. എന്താ ആ ശ്ലോകം? കേശപാശധൃതപിഞ്ചികാവിദതി സഞ്ചലന്മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃതകാഞ്ചിതമുദഞ്ചതം ശുമണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശകലയാമഹേ. എന്തിനു പറയണു? ഒരു 3-4 ശ്ലോകം ചെല്ലുമ്പോഴേക്കും ഏത് കരയണ കുട്ടിയും കിടന്നുറങ്ങും. ഉറങ്ങാത്ത ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? സാധാരണ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ചൊല്ലുന്നത് ഭക്തിയുടെ പേരിലൊക്കെ ആണല്ലോ. കുട്ടികൾക്ക് അങ്ങനെയുള്ള ഭക്തിയൊന്നും അല്ലല്ലോ അവിടെ. അവർ കരയണു, അവർക്ക് സങ്കടമുണ്ട്. എന്തെങ്കിലും നല്ലതൊന്ന് കേട്ടാൽ കരച്ചിൽ അങ്ങോട്ട് പോവും, അവരുടെ ശ്രദ്ധ മാറും. അതിനുപയോഗിക്കാറുള്ളതാണ്.